ഇസ്രയേലും അമേരിക്കയും ഇറാന് നേരെ വീണ്ടും ആക്രമണം നടത്താനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ലബനാനിൽ ഇന്ന് ഈ 24 മണിക്കൂറിനിടയിൽ 80-ലധികം ലക്ഷ്യങ്ങളെയാണ് ഇസ്രയേൽ ആക്രമിച്ചിരിക്കുന്നത്. ഇസ്രയേൽ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് വെടിനിർത്തൽ ലംഘനമായി ഇറാൻ കണക്കാക്കും. കാരണം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് തന്നെ ഇറാൻ ശക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലബനാനെതിരെയും വെടിനിർത്തുക എന്നത് ഈ ഒരു കരാറിന്റെ ഉള്ളിൽ പെട്ടിരിക്കുമെന്നാണ്. ഈ ഒരു കാര്യം ഇറാൻ ഉന്നയിച്ചതാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിന് ലബനാന് നേരെയുള്ള ആക്രമണത്തിൽ നിന്നും പിന്തിരിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ അതിശക്തമായ രൂപത്തിലുള്ള ആക്രമണം ഇസ്രയേൽ അഴിച്ചുവിട്ട സാഹചര്യത്തിൽ വീണ്ടും ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം പുനരാരംഭിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്നത് ഇസ്രയേൽ അമേരിക്കക്ക് അതിഗൗരവമായ ഒരു വിവരമാണ് കൈമാറിയത്. അതായത് 24 മണിക്കൂറിനുള്ളിൽ ഇസ്രയേലിനെ ഇറാനിലുള്ള എല്ലാ എനർജി സോഴ്സുകളും ആക്രമിച്ച് തകർക്കാനാകും. ഇറാനിൽ ഒരു ഭരണമാറ്റം സാധ്യമായിട്ടില്ലെങ്കിലും നിലവിലുള്ള ഇറാൻ ഭരണകൂടത്തെ വൈകല്യമുള്ളതാക്കി മാറ്റാനെങ്കിലും സാധിക്കും എന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഈ വിവരം അമേരിക്കക്ക് ഇസ്രയേൽ കൈമാറിയിട്ടുണ്ട്. ഈ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു ആക്രമണത്തിന് അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിലേക്ക് അമേരിക്ക ഒരുങ്ങുകയാണെങ്കിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെതിരെ വലിയ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാനും അമേരിക്കയും തമ്മിൽ കടലിൽ അതിശക്തമായ ഘോരമായ ആക്രമണങ്ങളും യുദ്ധങ്ങളും നടന്നു എന്ന വാർത്ത നമ്മൾ വായിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെ പോലും തുരത്തി ഓടിക്കുന്ന അതിശക്തമായ ധീരമായ പ്രത്യാക്രമണങ്ങളാണ് ഇറാനിൽ നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത്. അമേരിക്കയുടെ പ്രധാനപ്പെട്ട 3 ഡിസ്ട്രോയറുകൾക്ക് നേരെ ഡ്രോണുകളും അതുപോലെ ക്രൂസ് മിസൈലുകളും ഉപയോഗിച്ചാണ് ഇറാൻ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിരിക്കുന്നത്.